അവൻ്റെ ഉപജീവനത്തിനായി മൃഗങ്ങളെ വേട്ടയാടാൻ കാട്ടിലെത്തി. സന്ധ്യയാകുവോളം നടന്നിട്ടും അവന് ഒന്നും കിട്ടിയില്ല. അവന് ജലപാനം പോലും അന്ന് ചെയ്തിട്ടുമില്ല. നേരം ഇരുട്ടിയും കഴിഞ്ഞു. വന്യമൃഗങ്ങൾ ധാരാളമുള്ള കാടാണ്. പുറത്തു കടക്കുകയും പ്രയാസമാണ്. അവൻ പുലർച്ചെ പോകാമെന്ന് കരുതി ഒരു വൃക്ഷത്തിൻ്റെ മുകളിലിരുന്നു. മരത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ കണ്ട ഉണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ തോടിൽ അല്പം വെള്ളം കരുതിയിരുന്നു. ഒരു കായ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആ കായയിൽ കുറച്ച് വെള്ളം കരുതിയിരുന്നു. ഉറക്കം വരാതിരിക്കാൻ വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകിക്കൊണ്ടേയിരുന്നു അവൻ. ഇരുന്നിരുന്നത് ഒരു കൂവള വൃക്ഷത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കയ്യിലിരുന്ന അമ്പുകൊണ്ട് ഉറക്കം വരാതെ ഇരിക്കാൻ വൃക്ഷത്തിൻ്റെ ഇലകൾ അടിച്ച് താഴേക്കിടും. അറിയാതെ ഉറങ്ങിപ്പോയാൽ താഴെ വീണെങ്കിലോ മൃഗങ്ങൾക്ക് ഭക്ഷണമായെങ്കിലോ എന്ന് കരുതി അവൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ മുഖം കഴുകലും ഇലയടിച്ച് താഴെ ഇടുന്നതും നേരം പുലരുവോളം തുടർന്നു. ഇവ രണ്ടും വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന ശിവലിംഗത്തിൽ പതിച്ചിരുന്നു. ഒന്നും അറിയാത്ത